ഉലഹന്നാന്റെയും ഏലിയാമ്മയുടെയും മകനായിരുന്ന പൗലോസ് എന്ന സാധാരണ ബാലൻ എങ്ങനെയാണ് കടമറ്റത്ത് കത്തനാർ എന്ന മഹാമാന്ത്രികനായ പുരോഹിതനായി മാറിയത്? വശ്യ സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവവും പഞ്ചവൻ കാട്ടിലൂടെ സഞ്ചരിക്കുന്ന പുരുഷന്മാരുടെ പേടി സ്വപ്നവുമായ രക്തദാഹിയായ കള്ളിയങ്കാട്ട് നീലി എന്ന യക്ഷിയെ എങ്ങനെയാണ് കടമറ്റത്ത് കത്തനാർ തളച്ചത്? മന്ത്രജാലവും ഇന്ദ്രജാലവും കടമറ്റത്ത് കത്തനാർ എവിടെ നിന്നും ഹൃദിസ്ഥമാക്കി? 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു മഹാമാന്ത്രികനായിട്ടുള്ള പുരോഹിതനായിരുന്നു കടമറ്റത്ത് കത്തനാർ. അതേ നൂറ്റാണ്ടിൽ തന്നെ പണി കഴിപ്പിച്ച കടമറ്റം വലിയ പള്ളി കടമറ്റത്ത് കത്തനാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. AD 4-ാം നൂറ്റാണ്ടിൽ ഇറാഖിനെ നിലവയിൽ നിന്ന് ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നതിനായി മാർ ആബോ എന്ന മെത്രോപൊലിത്ത സ്ഥാനമുള്ള പിതാവ് കേരളത്തിൽ എത്തുന്നു. അദ്ദേഹം നടന്ന് അവശനായി ഒരു വൃദ്ധയായ സ്ത്രീയുടെ കുടിലിന് മുന്നിൽ എത്തുകയും അവരോട് കഴിക്കാനായി അല്പം ഭക്ഷണം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ വളരെ ദരിദ്രയായ ആ സ്ത്രീക്ക് അദ്ദേഹത്തിന് ഭക്ഷണമൊന്നും നൽകാൻ കഴിഞ്ഞില്ല. പകരം ഒരു പാത്രം നിറയെ കഞ്ഞിവെള്ളം നൽകുന്നു. അവരുടെ ദാരിദ്ര്യം മനസ്സിലാക്കിയ ആബോ പിതാവ് ആ പാത്രം നിറയെ ചോറ് നിറച്ച് തിരിച്ചു നൽകുന്നു. ആബോ പിതാവിന്റെ ദിവ്യത്വം മനസ്സിലാക്കിയ വൃദ്ധ അവരെ അന്നത്തെ നാടുവാഴിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. കാരണം അന്നത്തെ നാടുവാഴിയുടെ മകൾക്ക് ആർക്കും ഭേദമാക്കാൻ കഴിയാത്ത ഒരു അപൂർവ രോഗം ബാധിച്ചിരുന്നു. ആബോ പിതാവിന് ഈ രോഗം ഭേദമാക്കാൻ കഴിയുമെന്ന് വൃദ്ധ വിശ്വസിച്ചിരുന്നു. ആ വൃദ്ധയുടെ വിശ്വാസം പോലെ തന്നെ ആബോ പിതാവ് ആ കുട്ടിയുടെ രോഗം ഭേദമാക്കുകയും ചെയ്യുന്നു. നാടുവാഴിയുടെ സന്തോഷത്തിന്റെ ഉപഹാരമായി കടമറ്റം വലിയ പള്ളി നിർമ്മിച്ച് ആബോ പിതാവിന് നൽകുന്നു. കോലഞ്ചേരിക്കും മൂവാറ്റുപുഴയ്ക്കും ഇടയിലാണ് കടമറ്റം വലിയ പള്ളി സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് പൗലോസ് എന്നൊരു സാധാരണ ബാലൻ കടമറ്റം വലിയ പള്ളിയിൽ ആബോ പിതാവിന്റെ സഹായിയായി എത്തിച്ചേരുന്നു. അനാഥനായ പൗലോസിനെ ആബോ പിതാവ് സ്വന്തം മകനെ പോലെ സ്നേഹിച്ചും സംരക്ഷിച്ചും പോന്നു. അദ്ദേഹം അവന് നല്ല വിദ്യാഭ്യാസം നൽകുകയും വിവിധ ഭാഷകൾ പഠിപ്പിക്കുകയും ചെയ്തു. വൈദിക പാഠങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ഹൃദിസ്ഥമാക്കുന്ന പൗലോസിനെ ആബോ പിതാവിന് വലിയ ഇഷ്ടമായിരുന്നു. അവനിൽ എന്തോ കഴിവുണ്ടെന്ന് ആബോ പിതാവ് ഉറച്ചു വിശ്വസിച്ചിരുന്നു. പള്ളിയിലെ കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി നോക്കിയിരുന്ന പൗലോസിനെ ആബോ പിതാവ് ചെമ്മാച്ചനായി വാഴിച്ചു. അന്നത്തെ കാലത്ത് ആബോ പിതാവിന് നിരവധി പശുക്കൾ ഉണ്ടായിരുന്നു. എന്നും രാവിലെ അവയെ മേയാൻ വിടുകയും വൈകുന്നേരം തൊഴുത്തിലാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു ദിവസം കാട്ടിലേക്ക് മേയാൻ പോയ പശുക്കളിലൊന്ന് തിരിച്ചു വന്നില്ല. പൗലോസും ആബോ പിതാവും തന്റെ മക്കളെ പോലെയായിരുന്നു പശുക്കളെ സ്നേഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവയിൽ ഒന്നിനെ കാണാതായതിന്റെ വ്യാകുലതയിൽ പൗലോസ് മനസ്സിൽ അല്പം ഭയം തോന്നിയെങ്കിലും അതിനെ അന്വേഷിച്ച് കാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയായിരുന്നു. ദീർഘദൂരം സഞ്ചരിച്ച പൗലോസിന് പക്ഷേ തിരിച്ചു പോകാനുള്ള വഴി ഓർത്തിരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. നിഗൂഢ വനത്തിൽ അകപ്പെട്ടു പോയ പൗലോസ് വഴിയറിയാതെ ദൂരെ ഒരു വെളിച്ചത്തിൽ ആകർഷണനായി അപകടമാണെന്ന് തിരിച്ചറിയാതെ അങ്ങോട്ട് നടന്നു നീങ്ങി. ഗുഹയ്ക്കകത്തേക്ക് പ്രവേശിച്ച പൗലോസിനെ ഗുഹാവാസികൾ വളരെ തന്ത്രപരമായി തടങ്കലിലാക്കുന്നു. അല്പനേരം കഴിഞ്ഞ് ഗുഹാവാസികളുടെ മൂപ്പൻ പൗലോസിനെ കാണാനിടയാവുകയും ചൈതന്യം തുളുമ്പുന്ന പൗലോസിനെ തന്റെ സകല കഴിവുകളുടെയും അനന്തരാവകാശിയായി വാഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ തന്റെ നിവൃത്തികേടുകൊണ്ട് പൗലോസ് അവിടെ തന്നെ തുടരാൻ തീരുമാനിക്കുന്നു. ഗുഹയിലെ ജീവിതം അത്ര സുഖകരമല്ലാതിരുന്ന പൗലോസ് തന്റെ സ്വപ്നമായ കടമറ്റം വലിയ പള്ളിയിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതും അത് പരാജയപ്പെടുന്നതും പതിവായിരുന്നു. അങ്ങനെ മൂപ്പൻ പറഞ്ഞതുപോലെ അവരുടെ എല്ലാ ആചാരങ്ങളും കുലമര്യാദകളും പാലിച്ചുകൊണ്ട് പൗലോസ് അവിടെ ജീവിച്ചു പോന്നു. ചില പരീക്ഷണങ്ങൾക്കെല്ലാം ശേഷം മൂപ്പൻ അവരുടെ മന്ത്രവിദ്യകളെല്ലാം പൗലോസിനെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ നീണ്ട 12 വർഷങ്ങൾ കൊണ്ട് ഗോപിനിക്കൂടം, സ്തംഭനം, കൂടുവിട്ട് കൂടുചേരൽ, മഞ്ചവിദ്വാദ്, യമസ്യലോകാദ് തുടങ്ങി സകല മന്ത്രവിദ്യകളും പൗലോസ് ഹൃദിസ്ഥമാക്കി. പക്ഷെ വീണ് കിട്ടിയ ഒരു അവസരത്തിൽ പൗലോസ് അവിടെ നിന്നും പിന്നീട് രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെ പൗലോസിനെ ബലമായി പിടിച്ചുകൊണ്ട് പോകാൻ വന്ന മന്ത്രവാദികളായ ഗുഹാവാസികൾക്ക് പള്ളിക്കകത്തേക്ക് കയറാനോ പള്ളിയുടെ വാതിൽ തകർക്കാനോ കഴിഞ്ഞില്ല. ഏതോ ഒരു മാന്ത്രിക ശക്തി പോലെ പള്ളി തന്നെ പൗലോസിനെ സംരക്ഷിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നാട്ടിൽ തിരിച്ചെത്തിയ പൗലോസ്
പള്ളിയുടെ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളുടെ പ്രശ്നങ്ങളിലെല്ലാം ഇടപെടാനും അതെല്ലാം വളരെ നിസ്സാരമായി പരിഹരിക്കാനും തുടങ്ങി. അപസ്മാരം, ഭ്രാന്ത്, പ്രേതബാധ പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അവർക്ക് മുക്തി നൽകി. അധികം വൈകാതെ നാട്ടുകാരും ആബോ പിതാവും ചേർന്ന് പൗലോസിന് കത്തനാർ പട്ടം നൽകുകയും അദ്ദേഹത്തിന് കടമറ്റത്ത് കത്തനാർ എന്ന നാമകരണം നൽകുകയും ചെയ്തു. കടമറ്റത്ത് കത്തനാർ വലിയ മന്ത്രവാദിയാണെന്നുള്ള പ്രസിദ്ധി നാനാദിക്കിലും വ്യാപിച്ചു. അദ്ദേഹം ഈ മാന്ത്രിക പ്രവർത്തനങ്ങൾക്കൊന്നും തന്നെ യാതൊരുവിധ പാരിതോഷികവും വാങ്ങിയിരുന്നില്ല. അത് മാത്രമല്ല, ഒരു വലിയ മന്ത്രവാദിയാണെന്നുള്ള യാതൊരു ഭാവഭേദവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. കടമറ്റത്ത് കത്തനാരുടെ അമാനുഷികമായ ശക്തിക്ക് മുന്നിൽ പല ദുർമന്ത്രവാദികളും ധിക്കാരികളായ മ്ലേച്ഛന്മാരും മുട്ടുകുത്തുക പതിവായിരുന്നു. ഈ കൂട്ടത്തിൽ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ പഞ്ചവൻകാട് എന്ന പ്രദേശത്ത് പുരുഷന്മാരെയും വൃദ്ധരെയും ഒരേപോലെ മോഹിപ്പിച്ച് വലയിലാക്കി വശീകരിച്ച് കൊണ്ടുപോയി രക്തമൂറ്റി കുടിക്കുന്ന വശ്യസൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമായ കള്ളിയങ്കാട്ട് നീലി എന്ന രക്തദാഹിയായ യക്ഷിയെ കടമറ്റത്ത് കത്തനാരാണ് തളച്ചത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് നാട്ടുകാരുടെ അഭ്യർത്ഥന പ്രകാരം ഈ കള്ളിയങ്കാട്ട് നീലിയെ പഞ്ചവൻകാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ മാതൃഭാവത്തിൽ കുടിയിരുത്താൻ സഹായിച്ചതും കടമറ്റത്ത് കത്തനാരാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന തെക്കൻ പാട്ടുകളിലും വില്ലടിച്ചാൻ പാട്ടുകളിലും തിരുവിതാംകൂറിന്റെ നാടോടി കഥകളിലുമെല്ലാം കള്ളിയങ്കാട്ട് നീലിയുടെ പഞ്ചവൻകാട്ടിലുള്ള സ്വതന്ത്ര വിഹാരത്തെക്കുറിച്ചും ഉപദ്രവത്തെക്കുറിച്ചും വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന പല പ്രമുഖരായ ആളുകളുടെ ചരിത്രവുമായി കടമറ്റത്ത് കത്തനാർ ബന്ധപ്പെട്ട് കിടക്കുന്നു. മന്ത്രവാദിയായ കുളമൻ പോറ്റിയുമായി ബന്ധപ്പെട്ട രേഖകളിലും കടമറ്റത്ത് കത്തനാരെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ 8 വോളിയമുള്ള ഐതിഹ്യമാലയിൽ കടമറ്റത്ത് കത്തനാരുടെ ജീവിത കഥ വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. കടമറ്റം വലിയ പള്ളിയോട് ചേർന്ന് ഒരു ചെറിയ ചാപ്പലുണ്ട്. പോയേടം പള്ളി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അവിടെയാണ് കടമറ്റത്ത് കത്തനാർ താമസിച്ചിരുന്നത് എന്നാണ് വിശ്വാസം. ഈ പോയേടം പള്ളിയോട് ചേർന്ന് ഉള്ള ഒരു കിണർ പാതാള കിണർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പാതാള കിണർ വഴിയാണ് കടമറ്റത്ത് കത്തനാർ അദ്ദേഹത്തിന്റെ സകല മന്ത്രവിദ്യകളും പഠിപ്പിച്ച ആദിവാസി മൂപ്പനെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കാൻ പോകാറുണ്ടായിരുന്നത് എന്നാണ് വിശ്വാസം. എന്നാൽ ഒരിക്കൽ ഈ കിണറിലേക്ക് പ്രവേശിച്ച കടമറ്റത്ത് കത്തനാർ പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ജനന മരണ രേഖകളെല്ലാം ഇന്നും അജ്ഞാതമാണ്. എന്നാൽ ഈ കടമറ്റ പള്ളിയും പോയേടം പള്ളിയും പാതാള കിണറുമെല്ലാം ഇന്നും നമുക്കിടയിൽ ഒരു വലിയ ചരിത്ര സത്യമായി നിലനിൽക്കുന്നു.